കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിദേശ രാജ്യങ്ങളിൽ ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ്. 2023 86 പേരാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തതെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പാർലമെന്റിൽ അറിയിച്ചു. 2011 വിദേശത്ത് ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തത് 29 പേരായിരുന്നെങ്കിൽ 2022 ഇത് 57ആയും 2023 ഇത് 86ആയി ഉയരുകയും ചെയ്തു. ഏറ്റവും അധികം ഇന്ത്യക്കാർ ആക്രമിക്കപ്പെട്ടത് അമേരിക്കയിലാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 12 സംഭവങ്ങളാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. UK, കാനഡ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്ന് 10 സംഭവങ്ങൾ വീതവും 2023 റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷയും സുരക്ഷിതത്വവും ഇന്ത്യൻ സർക്കാരിന് ഏറെ പ്രധാനമാണെന്ന് വിവരിക്കുന്ന റിപ്പോർട്ടിൽ ഇത്തരം സംഭവങ്ങൾ വിദേശത്തെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ ഗൗരവത്തിലെടുക്കുന്നുണ്ടെന്നും വിശദീകരിക്കുന്നു. അതത് രാജ്യത്തെ സർക്കാരുകളുമായി ബന്ധപ്പെട്ട് ഈ കേസുകൾ കൃത്യമായി അന്വേഷിക്കുന്നുണ്ടെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്നതായി മന്ത്രി പറഞ്ഞു. വലിയ രീതിയിൽ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചകളിൽ വിഷയം ഉന്നയിക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സഹായത്തിനായി നയതന്ത്ര കാര്യാലയങ്ങളിൽ 24 മണിക്കൂറും ഹെൽപ്പ് ലൈനുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും കീർത്തി വർദ്ധൻ സിംഗ് പാർലമെന്റിനെ അറിയിച്ചു. വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ UK-യുമായി ഒപ്പുവെക്കാൻ പോകുന്ന വ്യാപാര കരാറിന്റെ ഭാഗമായി ഉയർന്ന നിലവാരമുള്ള അമേരിക്കൻ മാംസത്തിന് താരിഫ് രഹിത പ്രവേശനം അനുവദിക്കാൻ അമേരിക്ക ബ്രിട്ടനെ പ്രേരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. UK-യുമായി കരാർ ഉണ്ടാക്കാൻ US നടത്തിയ ശ്രമങ്ങൾ മുമ്പ് പരാജയപ്പെട്ടിരുന്നു. US-ൽ ഉൽപ്പാദിപ്പിക്കുന്നതും UK-യിൽ നിയമവിരുദ്ധവുമായ ക്ലോറിനേറ്റഡ് കോഴിയിറച്ചിയും ഹോർമോൺ അടങ്ങിയ ഗോമാംസവും ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കണമെന്ന US ആവശ്യം ബ്രിട്ടീഷ് മന്ത്രിമാർ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. നിലവിലുള്ള UK നിലവാരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാംസം താരിഫുകളില്ല രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നതിലൂടെ മാത്രമേ തടസ്സം നീക്കാൻ കഴിയൂ എന്നാണ് US-ലെ പ്രമുഖ വ്യാപാര വ്യവസായ പ്രമുഖർ ഇപ്പോൾ പറയുന്നത്. ബ്രിട്ടീഷ് ഫുഡ് സ്റ്റാൻഡേർഡ്സിനെ തുരങ്കം വയ്ക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകില്ലെന്ന് ബ്രിട്ടീഷ് മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. US മാംസം താരിഫ് ഫ്രീയായി UK-യിലേക്ക് ഇറക്കാനുള്ള ഏതൊരു നീക്കവും ഇതിനോടകം തന്നെ കടുത്ത മത്സരം നേരിടുന്ന ബ്രിട്ടീഷ് കർഷകരെ പ്രകോപിപ്പിക്കും. കർഷകരിൽ പലരും സർക്കാരിന്റെ അനന്തരാവകാശ നികുതി വർധനവിൽ രോഷാകുലരാണ്. ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നും കൂടുതൽ ബീഫും ആട്ടിറച്ചിയും ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ച ബോറിസ് ജോൺസന്റെ കീഴിൽ ഒപ്പുവെച്ച വ്യാപാര കരാറുകളെക്കുറിച്ച് കർഷകർ ഇപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ വരവിന് ശേഷം US-യുമായി കഴിയുന്നത്ര സ്വതന്ത്ര വ്യാപാരം നിലനിർത്താൻ ശ്രമിക്കുന്ന ചാൻസലർ റേച്ചൽ റീവ്സ് ബ്രിട്ടീഷ് ഫുഡ് സ്റ്റാൻഡേർഡ്സ് കോംപ്രമൈസ് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കിയിരിക്കുകയാണ് നാഷണൽ ഫാർമേഴ്സ് യൂണിയൻ. കുട്ടിപീഡന കേസിൽപ്പെട്ട് ഏവരാലും ഒറ്റപ്പെടുകയും അപമാനിതനാകുകയും ചെയ്ത് ഒടുക്കം വല്ലവിധനെയും തടിയൂരിയ ആൻഡ്രൂ രാജകുമാരൻ അടുത്ത വിവാദത്തിൽ. ഗവൺമെന്റിന്റെ ഉപദേശം ലഭിച്ചതിന് ശേഷം ചൈനീസ് ചാരൻ ആരോപിക്കപ്പെടുന്ന വ്യവസായിയുമായുള്ള എല്ലാ ബന്ധങ്ങളും നിർത്തിയതായി ആൻഡ്രൂ രാജകുമാരൻ പറഞ്ഞു. ഔദ്യോഗിക ചാനലുകൾ വഴിയാണ് താൻ ബിസിനസ്സുകാരനെ കണ്ടതെന്നും സെൻസിറ്റീവ് സ്വഭാവമുള്ള ഒന്നും ചർച്ച ചെയ്തിട്ടില്ലെന്നും ഡ്യൂക്ക് ഓഫ് യോർക്ക് പ്രസ്താവനയിൽ പറഞ്ഞു. ചൈനീസ് ചാരനെന്ന് ആരോപിക്കപ്പെടുന്ന H6 എന്നറിയപ്പെടുന്ന വ്യവസായിയെ ഡ്യൂക്ക് ഓഫ് യോർക്ക് ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്കും മറ്റ് രാജകീയ വസതികളിലേക്കും ക്ഷണിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയ സുരക്ഷാ കാരണങ്ങളാൽ ബ്രിട്ടനിൽ നിന്ന് സർക്കാർ വിലക്കിയ ഈ വ്യക്തി 2 തവണ ബക്കിംഗ്ഹാം കൊട്ടാരം സന്ദർശിക്കുകയും കൂടാതെ ആൻഡ്രൂവിന്റെ ക്ഷണപ്രകാരം സെന്റ് ജെയിംസ് കൊട്ടാരത്തിലും വിൻസർ കാസിലും പ്രവേശിച്ചതായി ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഈ ബിസിനസ്സുകാരനെ കുറിച്ച് ആദ്യം ആശങ്കകൾ ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹവുമായുള്ള എല്ലാ സമ്പർക്കങ്ങളും അവസാനിപ്പിച്ചതായി വെള്ളിയാഴ്ച ഡ്യൂക്ക് പറഞ്ഞു. UK-യിലെ 21 ലക്ഷം കൺസ്ട്രക്ഷൻ തൊഴിലാളികളിൽ 73% മാനസിക രോഗബാധിതരാണെന്ന് സോഷ്യൽ മീഡിയ കമ്പനിയായ ഓൺ ദി ടൂൾസ് കണ്ടെത്തി. ഇവരിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 7000 പേർ ജീവനൊടുക്കി. നിർമ്മാണ തൊഴിലാളികൾ ആത്മഹത്യയിലൂടെ മരിക്കാനുള്ള സാധ്യത ദേശീയ ശരാശരിയേക്കാൾ 4 ഇരട്ടി കൂടുതലാണെന്നും ഇത് UK-യിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ഏറ്റവും മാരകമായ തൊഴിലുകളിൽ ഒന്നായി മാറുകയാണെന്നും ഈ റിപ്പോർട്ട് പറയുന്നു. ഇത്രയുമധികം ആത്മഹത്യാ നിരക്ക് ഡോക്ടർമാരുടെ ഇടയിലോ അധ്യാപകരുടെ ഇടയിലാണെങ്കിൽ ദേശീയ പ്രശ്നം ഉണ്ടാകുമെന്നും എന്നാൽ നിർമ്മാണ തൊഴിലാളികളായതിനാൽ ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നില്ലെന്നും കമ്പനിയുടെ ബ്രാൻഡ് മാനേജർ ആലീസ് ബ്രൂക്സ് പറഞ്ഞു. ആത്മഹത്യ മൂലം മരിക്കുന്നവരുടെ എണ്ണം 4 ഇരട്ടിയാകുമ്പോൾ ആരാണ് നമ്മുടെ ആശുപത്രികളും സ്കൂളുകളും റോഡുകളും നിർമ്മിക്കുന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ പരിപാലിക്കുന്നതുമെന്നും ആലീസ് ബ്രൂക്സ് ചോദിക്കുന്നു.
നിർമ്മാണ വ്യവസായത്തിലെ തൊഴിലാളികൾക്കുള്ള കൗൺസിലിംഗിനായി 2.5 മില്യൺ പൗണ്ട് സമാഹരിക്കാനാണ് ഈ കമ്പനി ഇപ്പോൾ ശ്രമിക്കുന്നത്. മാനസിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് വ്യവസായത്തിന് പ്രതിവർഷം 2.7 ബില്യൺ പൗണ്ടിന് നഷ്ടമുണ്ടാക്കുന്നതായും റിപ്പോർട്ട് കണ്ടെത്തി. UK-യിൽ കാമുകിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ത്യൻ വംശജനായ 50 വയസ്സുകാരന് ജീവപര്യന്തം. ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് മിഡ്ലൻഡ്സ് മേഖലയിലെ വീട്ടിൽ വെച്ച് കാമുകിയെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ഇന്ത്യൻ വംശജനെ UK കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഗാർഹിക പീഡന കേസായി പോലീസ് ഇതിനെ വിശേഷിപ്പിച്ചു. ലെസ്റ്റർ ക്രൗൺ കോടതിയിൽ നടന്ന വിചാരണയെ തുടർന്ന് തരൺജീത് ചാഗറിനെ കൊലപ്പെടുത്തിയ കേസിൽ 50-കാരനായ ലെസ്റ്റർ നിവാസിയായ രാജ് സിദ്പാര കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞയാഴ്ച കോടതി വിധിച്ചിരുന്നു. വെള്ളിയാഴ്ച പരോളിനായി പരിഗണിക്കുന്നതിന് മുമ്പ് രാജ് സിദ്പാരയ്ക്ക് ജീവപര്യന്തം തടവ് കുറഞ്ഞത് 21 വർഷം തടവ് ശിക്ഷ ലഭിച്ചതായി ലെസ്റ്റർ പോലീസ് അറിയിച്ചു. ഇവർ തമ്മിൽ ഏകദേശം 5 മാസമായി പ്രണയബന്ധത്തിലായിരുന്നു. തന്റെ കാമുകിയെ പരിക്കേൽപ്പിച്ചത് സമ്മതിച്ചെങ്കിലും അവളെ കൊല്ലാനോ ഗുരുതരമായി ഉപദ്രവിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് രാജ് പോലീസിന് മൊഴി നൽകി. എന്നാൽ തരൺജിത്ത് മരിക്കുമ്പോൾ തലച്ചോറിൽ രക്തസ്രാവവും 20 വാരിയൽ ഒടിവുകളും മറ്റു പരിക്കുകളും ഉണ്ടായിരുന്നെന്ന് പോലീസ് വ്യക്തമാക്കി. സിദ്പാരയ്ക്ക് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം ഉണ്ടെന്നും മുൻ കാമുകിമാരെയും അവരുമായുള്ള ബന്ധങ്ങളുള്ള ആളുകളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതുൾപ്പെടെ 46 കുറ്റകൃത്യങ്ങളിൽ 24 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. ഋഷി സുനക് സർക്കാർ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്ന റുവാണ്ട സ്കീം റദ്ദാക്കിയ ലേബർ സർക്കാരിനെ പ്രതിരോധത്തിലാഴ്ത്തി അനധികൃത കുടിയേറ്റം തുടരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച കൊടും തണുപ്പിനെ മറികടന്ന് 609 അനധികൃത കുടിയേറ്റക്കാരാണ് UK തീരങ്ങളിലെത്തിയത്. ഒക്ടോബർ 18-ന് 647 കുടിയേറ്റക്കാർ പ്രവേശിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണിത്. ഇതോടെ ലേബർ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്ത് അനധികൃതമായി പ്രവേശിച്ചവരുടെ എണ്ണം 21,000 കടന്നു. ഈ വർഷം ജനുവരി മുതൽ 35,000 പേർ അനധികൃതമായി UK-യിൽ കടന്നെന്നാണ് കണക്ക്. കഴിഞ്ഞ വർഷത്തെ 29,090 പേരെ അപേക്ഷിച്ച് 19% വർധനവ്. പദ്ധതിയിട്ടതുപോലെ ജൂലൈയിൽ റുവാണ്ട വിമാനങ്ങൾ പറന്നുയരാൻ അനുവദിച്ചിരുന്നെങ്കിൽ അനധികൃത കുടിയേറ്റക്കാർ ചാനൽ കടക്കാൻ മെനക്കെടില്ലായിരുന്നുവെന്ന് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് പറഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടത്തുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 2025 ജനുവരി 20-നാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേൽക്കുന്നത്. ഇതിനു മുമ്പേ തന്നെ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നാടുകടത്താനായി ഏകദേശം 15 ലക്ഷം വ്യക്തികളുടെ പട്ടിക തയ്യാറാക്കി. 18,000-ഓളം രേഖകളില്ലാത്ത ഇന്ത്യൻ പൗരന്മാർ US സർക്കാർ തയ്യാറാക്കിയ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2024 നവംബറിൽ പുറത്തിറക്കിയ ICA ഡാറ്റ പ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ തടങ്കലിലല്ലാതെ നാടുകടത്തപ്പെടേണ്ടവരുടെ പട്ടികയിൽ 15 ലക്ഷം വ്യക്തികളാണുള്ളത്. ഇതിൽ 17,940 ഇന്ത്യക്കാർ ഉൾപ്പെടുന്നു. പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പ്രകാരം മെക്സിക്കോയ്ക്കും എൽ സാൽവദോറിനും ശേഷം അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ 3ാമത്തെ വലിയ സംഖ്യ ഇന്ത്യക്കാരുടേതാണ്. US-ൽ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 7.25 ലക്ഷം അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്നാണ് കണക്കുകൾ. ഒക്ടോബറിൽ ഈ ഡാറ്റ പുറത്തുവിടുന്നതിന് മുമ്പ് അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്താൻ US ചാർട്ടേഡ് വിമാനം ഉപയോഗിച്ചിരുന്നു. ഒക്ടോബർ 22-ന് ഇന്ത്യയിലേക്ക് അയച്ച വിമാനം ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചതെന്ന് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് അറിയിച്ചു. US-ലെ ആയിരക്കണക്കിന് രേഖകളില്ലാത്ത ഇന്ത്യക്കാർ രാജ്യത്ത് നിയമവിധേയമായി തുടരാനുള്ള വലിയ പരിശ്രമത്തിലാണ്. ICAയിൽ നിന്നുള്ള ക്ലിയറൻസിനായി വർഷങ്ങളായി അവർ കാക്കുന്നുണ്ട്. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിലായി ശരാശരി 90,000-ലധികം ഇന്ത്യക്കാർ US അതിർത്തികൾ വഴി അനധികൃതമായി കടക്കാൻ ശ്രമിച്ചതിന് പിടിയിലാകുകയും ചെയ്തിട്ടുണ്ട്. ICE രേഖ പ്രകാരം 2,61,651 അനധികൃത കുടിയേറ്റക്കാരുള്ള ഹോണ്ടുറാസ് നാടുകടത്തൽ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ്. ഗോട്ടിമാല, മെക്സിക്കോ, എൽ സാൽവദോർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരാണ് അടുത്ത സ്ഥാനങ്ങളിലുള്ളത്. കൂടുതൽ UK, യൂറോപ്പ്, USA, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.